ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി എന്താണ് ഒരു 7 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ മലയാളം പരീക്ഷകളിൽ നമ്മൾ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പരീക്ഷയിൽ ഇത് നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ട്രോൾ രൂപത്തിലുള്ളൊരു ചോദ്യം നമ്മൾ വന്നു അല്ലേ. ഏതാണ് ആ ട്രോൾ രൂപത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത്? താൻ വേഗം വരാമെന്ന് പറഞ്ഞ് മാധവൻ പോയപ്പോൾ അച്യുതമാമ എന്ത് ചെയ്യാണ്? നോക്കുകയാണ് അല്ലേ. ആരെ നോക്കുകയാണ്? മാധവനെ നോക്കുകയാണ്. നിനക്ക് അതിനാവില്ല മാധവ എന്നാര് പറയാണ്? അച്യുതമാമ പറയാണ് അല്ലേ. അച്യുതമാമ മാധവനോട് ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? കഥാസന്ദർഭം വിശകലനം ചെയ്ത് വ്യക്തമാക്കുക. അപ്പം ചോദ്യം ഞാൻ അച്യുതമാമയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം 7 മാർക്കിന് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ്? കഥാപാത്ര നിരൂപണമാണ് അല്ലേ. അച്യുതമാമയെ പോലെ കുറേ കഥാപാത്രങ്ങളെ നമുക്ക് മലയാളം ഫസ്റ്റിൽ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് എന്താണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 7 മാർക്കിനാണ് നമുക്ക് കഥാപാത്ര നിരൂപണങ്ങൾ ചോദിക്കുക. ഒരു പുറത്തിലാണ് നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കഥാപാത്രത്തിൻ്റെ നിരൂപണത്തിൽ നമുക്ക് എഴുതണം? കഥാപാത്രത്തിൻ്റെ സ്ഥാനം വ്യക്തമാക്കണം, അതിൻ്റെ സ്വഭാവം, രൂപം, വേഷം, ഭാവം അല്ലേ, ഒക്കെ അല്ലേ, സ്വഭാവ ഗുണങ്ങളൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് നമ്മൾ എഴുതണം. കഥാപാത്രങ്ങളുടെ എന്താണ് മാനസിക ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കണം. കഥാപാത്രങ്ങളുടെ ജീവിത കാഴ്ചപ്പാടുകൾ, കഥാസന്ദർഭങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് യുക്തിപൂർവ്വമാണ് എന്ത് ചെയ്യേണ്ടത്? ആശയ വ്യക്തതയോടുകൂടെ നമ്മൾ കഥാപാത്രങ്ങളെ സംഭാഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് കോട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് കഥാപാത്രത്തെക്കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായങ്ങൾ കൂടെ അതിനകത്ത് എഴുതണം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് 7 മാർക്ക് കിട്ടിയോ? 7 മാർക്ക് കിട്ടി. അപ്പോൾ 7 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളിലൊന്നാണ് കഥാപാത്ര നിരൂപണം. അതേപോലെ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. എത്ര മാർക്കാണ്? 7 മാർക്കിൻ്റെ ചോദ്യമാണ് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. എന്താണ്? സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ്. ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം. അരുവിപ്പുറത്തെന്നൊരു സന്ദേശത്തിലുള്ള ഭാഗമാണ്. ജാതിമത മത്സരങ്ങൾ സാമൂഹ്യ പുരോഗതിക്ക് തടസ്സമാകുന്നുണ്ടോ? തന്നിരിക്കുന്ന സൂചനകളും സമകാലിക സാഹചര്യങ്ങളും ഉൾപ്പെടുത്തി മാറുന്ന സമൂഹം, മാറുന്ന ചിന്തകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞത്? പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ഇതേപോലെ എന്താണ് നമുക്ക് പ്രഭാഷണങ്ങൾ തയ്യാറാക്കേണ്ട ചോദ്യങ്ങൾ വരും. എത്ര മാർക്കിനാണ് വരിക? 7 മാർക്കിനാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് പ്രഭാഷണങ്ങൾ തയ്യാറാക്കേണ്ട പാഠഭാഗങ്ങൾ ഒരുപാടുണ്ട്. അത് ഏതൊക്കെ പാഠഭാഗങ്ങളാണെന്നുള്ളത് വൈകുന്നേരം എന്ത് ചെയ്യും ടീച്ചർ അല്ലേ, ഒരു മാരത്തോൺ ലൈവിൽ ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രഭാഷണം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. കാരണം നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന രീതിയിലാണ് പ്രഭാഷണം എഴുതുക അല്ലേ. അപ്പോൾ അതിൽ സംബോധന, നമ്മൾ അഭിസംബോധന എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അതിനെന്താണ് നമ്മൾ ആദ്യം അല്ലേ നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് മനോഹരമായ രീതിയിൽ, ആകർഷകമായ രീതിയിൽ എന്ത് ചെയ്യണം? അത് തുടങ്ങണം. വേദിയിലുള്ള ആളുകളെയും ഒക്കെ സദസ്സിലുള്ള ആളുകളെയൊക്കെ എന്താണ് നമ്മൾ പറയാറില്ലേ, മാന്യ സദസ്സിന് വന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന കാണാറില്ലേ. അപ്പോൾ ആഹ്വാനത്തിൻ്റെ ഭാഷയാണ്, ആളുകളോട് സംസാരിക്കുന്ന ഭാഷയിലാവണം. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു അല്ലെ അങ്ങനെ നീണ്ടു പറയുന്ന സെൻറ്റൻസുകളൊക്കെ ഒഴിവാക്കുക അല്ലെ. മാക്സിമം കുറച്ചുകൂടെ ഭംഗിയിൽ ലളിതമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രഭാഷണം എഴുതാൻ ശ്രമിക്കണം. ആദ്യം ഒരു ആമുഖം ഉണ്ടാവണം. പിന്നെ എന്താണ്? പ്രബന്ധ അല്ലേ, ഒരു എന്താ പറയുക പ്രതിപാദ്യ വിഷയം അല്ലേ. നമ്മളുടെ വിഷയത്തെ എന്താണ് ഖണ്ഡികകൾ, പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം. ലാസ്റ്റത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യണം? നമ്മളുടെ കൺക്ലൂഷനോടൊപ്പം നമ്മളുടെ നിഗമനങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്, നമ്മളുടെ അഭിപ്രായങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടത്. നന്ദി നമസ്കാരമൊക്കെ പറയണം കേട്ടോ അവസാനം. ഓക്കെ, ഇനി നമ്മളുടെ മറ്റൊരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് കവിതാഭാഗങ്ങളാണ് ആസ്വാദനക്കുറിപ്പിന് തയ്യാറുള്ളത്. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു സെൻ കഥയാണ് കേട്ടോ, ഒരു കുഞ്ഞു കഥയാണ്, സെൻ കഥയാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് വി രവികുമാറാണ്.
സെൻ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ ആത്മീയ ഉൾക്കാഴ്ചകളിലേക്ക് വഴികാട്ടുന്ന ചെറുകഥകളെയാണ് നമ്മൾ സെൻ കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കവിതകൾ മാത്രമല്ല ഇതേപോലെയുള്ള കഥകളും എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. അപ്പോൾ പാഠപുസ്തകത്തിന് പുറത്തുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, ആസ്വാദനക്കുറിപ്പിന് ചോദിക്കുക. കാരണം നമ്മളത് ആസ്വദിച്ച് മനോഹരമായ ഭാഷയിൽ എഴുതണം എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ പ്രായം കൊണ്ട് അവശനായിട്ടും ഗുരു തന്നാലാവുന്ന പണി ചെയ്തു പോന്നു. ചെടി നനയ്ക്കുക, കള പറിക്കുക, ഇതൊക്കെ അദ്ദേഹം ചെയ്യും. ശിഷ്യന്മാർക്ക് അത് വിഷമമായി. തങ്ങളുടെ അപേക്ഷകൾ കൊണ്ടൊന്നും കാര്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ കൂട്ടത്തിലൊരാൾ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി അനുസരിച്ച് അവർ അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങൾ എടുത്തൊളിപ്പിച്ചു. അന്നു മുതൽ പക്ഷേ ഗുരു ഭക്ഷണം തൊടാതായി. കാര്യം മനസ്സിലാക്കിയ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങൾ തിരിച്ചെടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നെയാണ് ഗുരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതും തോട്ടപ്പണി ചെയ്തതിൽ പിന്നെ. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അദ്ദേഹം പറഞ്ഞു, എന്താണ്, പണി ചെയ്തില്ലെങ്കിൽ ഭക്ഷണവുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു സെൻ കഥയാണ്. വിവർത്തനം ചെയ്തത് ആരാണ്? വി രവികുമാറാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യണോ, നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ കൃതിയാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും നമ്മളോട് ഇത്തരത്തിലുള്ള ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കുക. അപ്പോൾ എഴുത്തുകാരനെ കുറിച്ച് സൂചിപ്പിക്കണം, എന്താണ് ഈ സാഹിത്യകൃതിയുടെ പ്രത്യേകത എന്ന് സൂചിപ്പിക്കണം, എന്താണ് ഇതിൻ്റെ ആശയം അല്ലേ. നമ്മളിത് വായിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം, ഇതിൻ്റെ ആശയങ്ങൾ കൂടെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ആശയം എഴുതുന്ന സമയത്ത് എന്താണ്, നമ്മളത് വായിക്കണം അല്ലേ. അപ്പോൾ പുതിയൊരു കൃതിയൊക്കെ തരുന്ന സമയത്ത് 1, 2, 3, 4 ആവർത്തി എന്ത് ചെയ്യണം, നമ്മൾ വായിക്കണം. നന്നായി വായിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ആകർഷകമായിട്ടുള്ളൊരു ആമുഖം വേണം, ആശയ അവതരണം വേണം, വരികളുടെ ആശയം, കവിതകളാണെങ്കിൽ ലൈൻ ബൈ ലൈനായിട്ടല്ല എഴുതേണ്ടത്, അതിന് മൊത്തത്തിലുള്ള ആശയം വേണം. വാങ്മയ ചിത്രങ്ങൾ, കവിതകളാണെങ്കിൽ കൂടെ എന്താണ്, വാക്കുകൾ കൊണ്ട് കവി നിർമ്മിക്കുന്ന ചിത്രം ഉണ്ടാവും. ചിലപ്പോൾ പ്രയോഗഭംഗി, കാവ്യഭംഗി, അന്ത്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, ശബ്ദഭംഗിയുണ്ടോ, ആവർത്തിക്കുന്ന പദങ്ങളുണ്ടോ, ഇതിൻ്റെ കാലിക പ്രസക്തി എന്താണ് അല്ലേ, സമകാലികമായിട്ട് ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്, നമ്മളുടെ നിരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ എഴുതണം. ഒരു ഉപസംഹാരം കൂടെ കൊടുക്കുന്നതോടെ എന്ത് ചെയ്യുന്നു, ആസ്വാദനക്കുറിപ്പ് മനോഹരമായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആസ്വാദനക്കുറിപ്പിൽ വേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിച്ചു, 7 മാർക്ക് ലഭിച്ചു. ഇതേപോലെ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഇത്, നമ്മുടെ ഉപന്യാസം. എത്ര മാർക്കിന് ചോദിക്കുന്നതാണ്, നമ്മുടെ 7 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഉപന്യാസം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതേപോലെ 3 ഘടനകളാണ് ഉപന്യാസത്തിനുള്ളത്. ആമുഖം വേണം, പ്രതിപാദ്യ വിഷയം, അതായത് ഖണ്ഡികകൾ, പാരഗ്രാഫുകൾ തിരിച്ചിട്ട് നമ്മുടെ വിഷയം വിശകലനം ചെയ്യുന്ന ഭാഗമാണ്. മൂന്നാമത്തെ എന്താണ്, നമ്മുടെ കൺക്ലൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ലൈവുകളിൽ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷുവറായിട്ട് പഠിച്ചോളുക. ഏതൊക്കെയാണ് ഉപന്യാസത്തിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് ആസ്വാദനക്കുറിപ്പിന് അല്ലേ വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ലൈവുകളിൽ സെറ്റാക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. മലയാളം ഫസ്റ്റ് നമുക്ക് ഫുൾ മാർക്കും വാങ്ങണം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക അല്ലേ, നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. കാരണം വരികൾക്കിടയിലൂടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എന്താണ് നമുക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.